പ്രിയമുള്ളവരെ, നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരാന്തരീക്ഷത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ യുവതലമുറയെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനസമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഒത്തൊരുമിച്ച് നാം മുന്നേറുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു സമൂഹത്തിൻ്റെ കാവൽക്കാരാവേണ്ട, അതേപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണാവേണ്ട ഈ യുവതലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൈയും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളെ പോലെയുള്ള നമുക്ക് ഒട്ടും സാധിക്കുന്ന കാര്യമല്ല. അതിന് നാം തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങി ഒരു പരിഹാരം കണ്ടേ മതിയാവും. അതിനുവേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ മക്കളെ സംബന്ധിച്ച് നമ്മൾ അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക, എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ നാം കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നമ്മൾ വിവരം അറിയിക്കുക. ഒന്നുകിൽ പോലീസിലോ അല്ലെങ്കിൽ എക്സൈസിലോ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെയോ വിവരം അറിയിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ മക്കൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴുക എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചിരിക്കാൻ പറ്റുന്ന ഒരവസരമല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ രക്ഷിതാക്കളും അതേപോലെ മറ്റുള്ളവരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഈ കാര്യത്തിൽ നമുക്കൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മളെ മക്കളെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ പ്രവർത്തനം അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങൾ അവരിൽ കാണുകയാണ്, പ്രവർത്തനത്തിൽ കാണുകയാണ് അല്ലെങ്കിൽ സ്വഭാവത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യം പോലീസിനെ അറിയിക്കുക. ഇപ്പോൾ പല രക്ഷിതാക്കൾക്കും ഒരു ധാരണയുണ്ട്, പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വല്ല പ്രശ്നങ്ങളും ആവുമോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ അങ്ങേ അറ്റം വരെ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, അതേപോലെ തന്നെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മളെ മക്കളെ തീർച്ചയായും നല്ല രീതിയിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്ഥിതി രക്ഷിതാക്കൾക്കും ഉണ്ടാവട്ടെ എന്നും അതിനുള്ള തൻ്റെ ഇടവും കരുത്തും അവർക്ക് സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.